നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും പൊല്ലാപ്പായല്ലോ. SFI ഇന്നലെ നടത്തിയ കരിങ്കൊടി സമരത്തിന് പിന്നാലെ കേന്ദ്ര ഇടപെടലിൽ CRPFനെ എത്തിച്ചതോടെ ഇനി എന്ത് മാറ്റമുണ്ടാകും? രാഷ്ട്രീയമായി ഗവർണർ ജയിച്ചപ്പോൾ ഇനി പോലീസിന്റെ റോൾ എന്ത്? സമരം നടത്തി പാരമ്പര്യമുള്ള SFIക്കാർ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ്. രാജ്യം മൊത്തം ചർച്ചയായി. നിലമേലിൽ SFI ഇന്നലെ നടത്തിയ കരിങ്കൊടി സമരത്തിന് പിന്നാലെ കേന്ദ്ര ഇടപെടലിൽ സ്വന്തം സുരക്ഷയ്ക്ക് ഗവർണർ CRPFനെ ലഭ്യമാക്കിയതോടെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ പാരമ്യത എങ്കിലും ഗവർണറുടെ യാത്രകളിൽ തുടർന്നും ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് പോലീസ് തന്നെയാണ്. CRPFന് കേസെടുക്കാനോ അന്വേഷണത്തിനോ അധികാരമില്ല. സമരത്തിൽ നിന്ന് SFI പിന്മാറാതിരിക്കുകയും മുഖ്യമന്ത്രി ഗവർണറെ തള്ളിപ്പറയുകയും ചെയ്തതോടെ ഏറ്റുമുട്ടലിന് പുതിയൊരു മുഖം കൈവന്നു. Z+ കാറ്റഗറിയിലാണ് സുരക്ഷ. പരിപാടികളും യാത്രകളും യന്ത്രത്തോക്കേന്തിയ കേന്ദ്രസേനയുടെ കാവലിലായിരിക്കും. രാജ്ഭവൻ ഗേറ്റിൽ പോലീസ് തുടരും. പള്ളിപ്പുറം CRPF ക്യാമ്പിലെ CIGയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ സുരക്ഷ ഏറ്റെടുത്തു. ഗവർണറുടെ ഡിഫൻസ് ADC-ആയ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ അനുജ് ശർമ്മയ്ക്കായിരിക്കും സുരക്ഷാ ഏകോപനം. അസിസ്റ്റന്റ് കമാൻഡർ റഷീദിന്റെ നേതൃത്വത്തിൽ 56 പോലീസുകാരെയാണ് നിയോഗിച്ചത്. രാജ്ഭവനുള്ളിലടക്കം ഒരു ഷിഫ്റ്റിൽ 120 CRPFകാരുണ്ടാകും. 1975 മുതൽ 10 വർഷത്തിലേറെ രാജ്ഭവൻ സുരക്ഷ CRPFനായിരുന്നു. തിരുവനന്തപുരത്ത് 3 SFI ഗവർണറെ നടു റോഡിൽ തടഞ്ഞിരുന്നു. കാർ ആക്രമിച്ച് നാശനഷ്ടമുണ്ടാക്കി. അന്നും അദ്ദേഹം നടു റോഡിൽ ഇറങ്ങി ക്ഷോഭിച്ചിരുന്നു. തുടർന്ന് ഡിസംബറിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ചിരുന്നു. പശ്ചിമ ബംഗാളിൽ ഗവർണർ ആനന്ദ ബോസിന് CRPF സുരക്ഷയാണ്. ഗവർണറുടെ പരിപാടികൾക്ക് CRPFന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ടിവരും. അവർ പരിശോധിച്ച് അനുമതി നൽകിയാലേ ഗവർണർക്ക് പോകാനാവും. വിവാദ വ്യക്തികൾ സംഘാടകരാകുന്നിടത്തും പോകാനാവില്ല. യാത്രയിൽ 41 CRPFകാർ ചുറ്റിലുമുണ്ടാവും. ഡ്രൈവർ CRPFന്റേതാവും. 2 പൈലറ്റ്, 2 കമാൻഡോ വാഹനങ്ങൾ, ദ്രുത പരിശോധനാ സംഘം, സ്ട്രൈക്കർ ഫോഴ്സ്, ബോംബ് ഡോഗ് സ്ക്വാഡുകൾ, 2 എസ്കോർട്ട്, സ്പെയർ കാർ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിങ്ങനെയാവും വാഹന വ്യൂഹം. റൂട്ട് സുരക്ഷിതമാണെന്ന പരിശോധന നടത്തി തീരുമാനിക്കേണ്ടത് CRPFും IBയും. പരിപാടികളിലും യാത്രകളിലും ജനം 200 മീറ്റർ അകലെയായിരിക്കും. വാഹന വ്യൂഹം പോകുന്ന റോഡിലേക്കുള്ള ചെറുവഴികൾ അടക്കം അടയ്ക്കും. ഇരുവശത്തും പോലീസുണ്ടാവും. യോഗസ്ഥലം 2 മണിക്കൂർ മുൻപ് CRPF നിയന്ത്രണത്തിലാക്കും. മാസം 50 ലക്ഷം ചിലവുണ്ട്. പൂർണ്ണമായും കേന്ദ്രം വഹിക്കും. 772 കോടി VIP സുരക്ഷയ്ക്ക് പ്രതിവർഷം CRPFന് നൽകുന്നുണ്ട്. കൊട്ടാരക്കര സദാനന്ദപുരത്തെ അവധൂത ആശ്രമത്തിൽ സ്വാമി സദാനന്ദയുടെ സമാധി ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരികയായിരുന്നു ഗവർണർ. 10:40 ഗവർണറുടെ വാഹനം കണ്ട് പ്രതിഷേധക്കാർ ബാനർ ഉയർത്തി. കരിങ്കൊടി കാട്ടി ഗോ ബാക്ക് വിളിച്ച് ഗവർണർ സമരക്കാരുടെ മുന്നിലേക്ക്. കടയിലെ കസേരയെടുത്ത് റോഡരികിൽ ഇരിപ്പായി. പോലീസിനെ ശകാരിക്കുന്നു. 2 മണിക്കൂറോളം കഴിഞ്ഞ് 17 പേരെ പ്രതിയാക്കിയുള്ള FIR പോലീസ് കാണിച്ച ശേഷമാണ് പ്രതിഷേധം മതിയാക്കിയത്. CRPF സുരക്ഷ ഒരുക്കുന്നതിന് മുൻപ് കേന്ദ്രത്തിൽ നിന്നുള്ള അന്വേഷണം ഒന്നും വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CRPF വന്നതുകൊണ്ട് എന്താണ് പ്രത്യേക മേന്മ എന്നറിയില്ല. കേരളം CRPF നേരിട്ട് ഭരിക്കുമോ? CRPF നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? ഗവർണറുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു.